പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആദ്യ വാർത്ത പ്രേക്ഷകരിൽ എത്തിക്കുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാം പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആദ്യ വാർത്ത റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കാണൂ. ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കർണാടകയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഞ്ചരക്കണ്ടിയിൽ ഈ മെഡിക്കൽ കോളേജിലെ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഏകപ്രതി ഡോക്ടർ റാം പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. നേരത്തെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിയാത്തതിൽ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് പോലീസിന് നേരിടേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതാ ക്രൈംബ്രാഞ്ച് പൊക്കിയിരിക്കുന്നു ഡോക്ടർ റാമിനെ. കർണാടകയിൽ നിന്ന് അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങൾ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അർജുൻ കല്യാൺ, എവിടെ നിന്ന് എപ്പോഴാണ് പൊക്കിയത്? ഡോക്ടറുൻ ഇന്നലെ രാത്രിയിലാണ് കർണാടകയിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്രമായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. നേരത്തെ ആന്ധ്രാപ്രദേശിലാണ് ഡോക്ടർ റാം ഉള്ളത് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംഘം പരിശോധന നടത്തി. പിന്നീടാണ് ഇദ്ദേഹം കർണാടകയിലാണ് ഉള്ളത് എന്നുള്ള വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയിലേക്ക് ഈ പോലീസ് സംഘം നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പരിശോധനയിലും അന്വേഷണത്തിലുമാണ് റാമിനെ ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിന്റെ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടെ മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിന്റെ ഈ നടപടി എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ്. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അവിടെ ഉണ്ടായിട്ടുള്ള ജാതി അധിക്ഷേപവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ അധ്യാപകന്റെ ഭാഗത്തു നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ തന്നെ വലിയ രീതിയിൽ തുറന്നു പറച്ചിലുകൾ നടത്തിയതാണ്. ഈ നിതിൻ രാജ് അവിടെ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഉൾപ്പെടെ നേരത്തെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ വിവിധ കോടതികൾ ഈ കേസ് പരിഗണിക്കപ്പെട്ട അവസരങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ റാമിന് ഒരു തരത്തിൽ പോലും മുൻകൂർ ജാമ്യം നൽകുന്ന നിലപാട് സ്വീകരിച്ചിരുന്നില്ല കോടതി. അതിന്റെ ഭാഗമായി ആദ്യം ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കർണാടകയിൽ വെച്ച് ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിൽ വലിയ രീതിയിൽ വീഴ്ച ആരോപിച്ചുകൊണ്ട് നിതിൻ രാജിന്റെ കുടുംബം രംഗത്ത് എത്തിയിരുന്നു. അത് ഒരു തവണയല്ല പല തവണയായി നിതിൻ രാജിന്റെ കുടുംബം പോലീസ് ഇതിനകത്ത് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. പോലീസ് ഇതിനകത്ത് കുടുംബത്തിന് നീതി ലഭിക്കാനുള്ള നടപടികൾ നടത്തുന്നില്ല, അങ്ങനെയാണെങ്കിൽ റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ആ കുടുംബം ഉന്നയിച്ചതാണ്. എന്തായാലും ഒടുവിൽ ഡോക്ടർ റാം ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരിക്കുന്നു. ഇന്ന് ഈ പറയുന്ന ഡോക്ടർ റാമിനെ കണ്ണൂരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. ഡോക്ടർ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരിക്കുന്നു. എന്നുള്ളൊരു വിവരം വരുന്നു.